യെസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളാതെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ആര്യവേപ്പില, റോസ് വാട്ടർ, തുളസി, അതുപോലെ തന്നെ പനീർ റോസ് ഇല്ലേ അതിൻ്റെ ഇതളുകൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതൾ, കറ്റാർവാഴ ജെല്ലും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇതുപോലുള്ള അരിപ്പ് ഉപയോഗിച്ച് കരടുകളൊന്നും ഇല്ലാതെ നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുത്താലും മതിയാവും. അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാനി മിറ്റി പൗഡറും ചെറുപയർ പൊടിയാണ് കേട്ടോ. ചെറുപയർ പൊടി നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അരിച്ചെടുത്ത മിക്സിയിലേക്ക് കുറച്ച് ചെറുപയർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുൾട്ടാനി മിറ്റി പൗഡറാണ് കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സോപ്പ് ബേസ് ആണ്. ഇത്രയും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി ചെറുതായിട്ടൊന്ന് കട്ടയാവുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം കണ്ടില്ലേ, ഈ ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് കളയാം. അത് നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ആ ബബിൾസ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂള്, റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത മിക്സ്, അതുപോലെ തന്നെ കുറച്ച് അലവേര ജെല്ലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണെങ്കിൽ നമ്മൾ സോപ്പ് ബേസ് ഒക്കെ മിക്സ് ആക്കി എടുത്തില്ല ആ സമയത്ത് തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലുള്ള സോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഏകദേശം നല്ല സോപ്പ് ബേസ് ആണെങ്കിൽ ഒരു അരമണിക്കൂറിൽ തന്നെ നമുക്ക് പുറത്ത് വെച്ചാൽ തന്നെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് വരികയാണെങ്കിൽ മുഖത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു എല്ലാം പോയിട്ട് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന സമയത്ത് ഏതൊരു ഐറ്റംസ് ആയാലും നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത്. പക്ഷെ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൽ അഴുക്ക് പോവാതെയൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, ഡെയിലി നമ്മൾ അലക്കുന്ന അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ട് വല്ലാണ്ട് അങ്ങ് വൃത്തികേടായിട്ടായിരിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മേലേക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് തുറന്നു വരും കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ അഴുക്ക് തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ അഴുക്കൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന ഡ്രസ്സിൽ നിന്നും വരുന്ന അഴുക്കുകളാണ്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതുപോലെ അഴുക്ക് കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ലും ജാസ്തിയാകും. കുറേ സമയം നമ്മളുടെ മെഷീൻ പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് പവർ സേവിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആരുടെ ഒരു സഹായമില്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. തുണി അലക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ആ കയ്യെത്താ ഭാഗത്തൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതിയാവും. വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ വിനീഗറും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല, അഴുക്കൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയി വരുന്നുണ്ട്. ഈ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഈ അഴുക്ക് ഭാഗങ്ങളൊക്കെ ഞാൻ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം അഴുക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന്. ഈ സൈഡ് ഭാഗത്തുള്ള ലെയർ പോലുള്ള ഭാഗത്തൊക്കെ അഴുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടൂത്ത് ബ്രഷ് വെച്ച് കഴുകി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അലക്കുന്ന ബ്രഷ് ഇല്ലാതെ ഉപയോഗിച്ചാലും മതിയാവും. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, ആ ട്രേ എടുത്ത് മാറ്റിയപ്പോൾ ഇവിടെ നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ ആ ഭാഗത്തും ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ട്രിക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ മാസങ്ങളായി ക്ലീൻ ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാത്തിലെയും അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗവും ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ.
നമ്മൾ അഴിച്ചെടുത്ത ആ ട്രേയുടെ അടിഭാഗത്ത് നന്നായിട്ട് അഴുക്കുകൾ ഉണ്ടാവും. അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അതിന് വേണ്ടിയിട്ട് പഴയ നമ്മളെ പെയിൻറ്റിംഗ് ബ്രഷ് ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ച് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇടഭാഗത്തുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീനായി വരും കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ എടുത്തതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡിൽ ട്രേ ഭാഗത്തൊക്കെ ചെറിയ അഴുക്കുണ്ട്, അത് ഞാൻ ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ട്രിക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അന്നേരം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. ഈ നോമ്പിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാല് 1/2 ലിറ്റർ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ മിക്സ് ആക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ടും തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഈ നോമ്പിന് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹാലിം സീഡ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് കുതിർത്തിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുതിർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ. ഇതിന് ആശാളി വിത്തുകൾ എന്നും പേരുണ്ട്. ഇതിൽ ധാരാളമായിട്ട് ഇരുമ്പ്, പ്രോട്ടീൻ, ഫൈബർ, അതുപോലെ തന്നെ വിറ്റാമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. വിളർച്ച തടയാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ രക്തം വർദ്ധിപ്പിക്കാനും ആർത്തവ ക്രമീകരണത്തിനും ചർമ്മം നന്നായിട്ട് തിളങ്ങാനും ശരീരഭാരം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും എല്ലുകളുടെ ആരോഗ്യത്തിനുമെല്ലാം വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഓൺലൈനായിട്ട് വളരെ വിലക്കുറവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളിത് കഴിച്ചു വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹാലിം സീഡ്സ് വെന്ത് വന്നതിന് ശേഷം നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാല് മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട് സാലഡായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. ഇനി അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ വലിയ വില കൊടുത്ത് പുറത്തു നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മൈലാഞ്ചിയൊക്കെ ആയിരിക്കും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഓർഗാനിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പെയിൻറ്റ് ബോട്ടിലേക്ക് ഞാൻ കുറച്ച് ശർക്കര, ചെറിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് അതിൻ്റെ നടുവിലേക്കായിട്ടൊരു ഗ്ലാസ് വെച്ച് കൊടുത്ത് മുകളിൽ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മുകളിലുള്ള വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ആവിയായിട്ട് ഒരു 10 മിനിറ്റ് വരെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ലിക്വിഡ് റെഡി ആയിട്ട് വരും കേട്ടോ. ഇതാണ് നമ്മളുടെ ഒരു മൈലാഞ്ചി മിക്സ്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മെഹന്തി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സിയിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ശർക്കരയും നന്നായിട്ട് ഇതുപോലെ കരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയും നമ്മളിത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കുറച്ച് അധികം ലിക്വിഡ് തന്നെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും ലിക്വിഡ് നമുക്ക് കിട്ടില്ല. ഇനി ഇതുപോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നമ്മൾ നെയിലിടാനുള്ള ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് മൈദ ഇട്ട് കൊടുത്തൊന്ന് കട്ടിയാക്കി എടുക്കാം. നല്ല കളറായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് നഖത്തിലിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല കളറായിട്ട് വരും കേട്ടോ. നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊന്ന് കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ നമ്മൾ എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ബെഡിലൊക്കെ ആവുമോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇതുപോലെ നഖത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ രാവിലെയുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മളുടെ ഈ ഒരു മൈലാഞ്ചി ചുമന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇടുന്ന സമയത്ത് നമ്മളുടെ നഖത്തിൻ്റെ എല്ലാ സൈഡിലേക്കും പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഡാർക്കായി വന്നിട്ടുണ്ട്. ഈ ശർക്കര മൈലാഞ്ചി നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടുന്ന ആ ദിവസം നമുക്ക് നല്ല കളർ കിട്ടില്ല. പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ കഴുകിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിറ്റേ ദിവസത്തെ ഒരു വ്യൂവും കൂടെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ.
പിറ്റേ ദിവസം നിങ്ങൾ കണ്ടില്ലേ അതിനേക്കാൾ ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ ഇല, പനിക്കൂർക്ക ഇല, തുളസി ഇലയും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. ഇത്രയും വെള്ളം ഞാൻ ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് ഹെന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നിര, മുടി കൊഴിച്ചിൽ, താരൻ എന്നിവ. എന്ത് ചെയ്തിട്ട് നിങ്ങളുടെ മുടി കറുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്ലാക്ക് ഹെന്ന കെമിക്കൽ അല്ലേ എന്നൊക്കെ. ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ളത് കടയിൽ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പനിക്കൂർക്ക ഇല, തുളസി ഇലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നീരിറക്കമുള്ളവർക്കും യാതൊരു പേടിയും കൂടാതെ ഈ ഡൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നമ്മുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് മടുത്തവരുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒന്നും യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇലയൊന്നും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടാനില്ലെങ്കിൽ അതിൻ്റെ പൊടിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് തേയില വെള്ളം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുമില്ലെങ്കിലും പച്ചമുട്ടയില്ലേ അതിൻ്റെ വെള്ള ഭാഗം മാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് തന്നെ മിക്സ് ചെയ്തിട്ടും തേച്ച് കൊടുക്കാം. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.